അങ്ങനെ മിലോസ് ഡിങ്കിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ പടി ഇറങ്ങുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേതാണ്ട് ഉറപ്പിച്ച കാര്യമാണ്. മിലോസ് ഡിങ്കിച്ച് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തായ്ലാൻഡിലെ ഒരു ക്ലബിലേക്ക് പോകുന്നതെന്നാണ് മാർക്കസ് മെറൂറയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ മിലോസ് ഡിങ്കിച്ചിനുമായിട്ടുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ മിലോസ് ഡിങ്കിച്ചിന് പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. ISL എക്സ്പീരിയൻസ്ഡ് സെന്റർ ബാക്കിനെ എത്തിക്കുന്നെന്നും റൂമറുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതേപറ്റിയുള്ള കൂടുതൽ വ്യക്തത ഇതേവരെ വന്നിട്ടില്ല. എന്തായാലും മിലോസ് ഡിങ്കിച്ചിന് പകരം ഒരു എക്സ്പീരിയൻസ്ഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്തായാലും മിലോസ് ഡിങ്കിച്ചിന്റെ പകരക്കാരനായി ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. താരത്തിന്റെ പേര് നിക് കുയിപ്പേഴ്സ് എന്നാണ്. നെതർലൻഡുകാരനായ ഈ താരം നിലവിൽ 32 വയസ്സ് പ്രായമുണ്ട്. താരം ഇന്തോനേഷ്യൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള പേഴ്സിക് ബന്ദുകിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലബിന് വേണ്ടി താരം 141 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ കഴിയുമ്പോൾ താരം ഫ്രീ ഏജന്റ് ആവുകയാണ്. 2.4 കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ. ബ്ലാസ്റ്റേഴ്സിന് ഈ താരത്തെ എത്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കില്ലോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും മിലോസ് ഡിങ്കിച്ചിന്റെ ഒരു കറക്റ്റ് പകരക്കാരൻ തന്നെയാണ് നിക് കുയിപ്പേഴ്സ്. എന്തായാലും ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ അതൊരു നല്ല കാര്യമാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് നിക് കുയിപ്പേഴ്സ്. എന്തായാലും മിലോസ് ഡിങ്കിച്ചിന്റെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ആരെ കൊണ്ടുവരുമെന്ന് കണ്ടു തന്നെ അറിയാം.